ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. നല്ല പപ്പടം പോലെ കുഴച്ച് വരുന്ന നല്ലൊരു ചപ്പാത്തി നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതേപോലെ ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നല്ല ലെയറായിട്ട് നമുക്കിത് അടർത്തിയെടുക്കാം. അപ്പോൾ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചിക്കൻ കറിയുടെ കൂടെയോ വെജിറ്റബിൾ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല പഞ്ഞി പോലുള്ള ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ചെറു ചൂടുവെള്ളമാണ്. തിളച്ച വെള്ളമല്ല, മീഡിയം ചൂടുള്ള വെള്ളമാണ്. കുറേശ്ശെ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ വെള്ളം കുറേ ആദ്യം തന്നെ ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് നോക്കുക. എന്നിട്ട് ആ പൊടിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആ ചൂടോടുകൂടി തന്നെ ഒന്ന് കുഴച്ച് വെക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് വെക്കുക. ഇപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതേപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിയട്ടെ. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴക്കുക. നല്ല ഹാർഡായിട്ട് കുഴക്കരുത്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പലകമേൽ വെച്ച് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരേ അളവിൽ തന്നെ നമുക്ക് ചപ്പാത്തി കിട്ടും. ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് നമുക്ക് ഓരോരോ ഉരുളകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ബോൾ ഉരുട്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല റൗണ്ടിൽ ഞങ്ങൾ ഉരുട്ടണമെങ്കിൽ നമ്മുടെ ചപ്പാത്തി സൈഡൊന്നും ക്രാക്കാകാതെ നമുക്ക് നല്ല ചപ്പാത്തി നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാം ഉരുട്ടി വെക്കാം. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഓരോ ബോളും വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തി പ്രസ്സിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ചപ്പാത്തി പലകയിലാണ്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി വിതറാൻ പാടുള്ളൂ. കുറേ ഗോതമ്പ് പൊടി ആകുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോണത്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം ഇതേപോലെ സാവധാനം ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് പരത്തരുത്, ഒരേ സൈഡ് തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ചപ്പാത്തി കിട്ടും. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. പലമേലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ചപ്പാത്തി നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അധികം ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത്. അതുപോലെ ബോൾ ഉരുട്ടുമ്പോൾ നല്ല സൂപ്പറായിട്ട് ബോൾ ഉരുട്ടിയെടുക്കണം. നല്ല ഉരുളകളാണെങ്കിൽ നമുക്ക് നമ്മുടെ ചപ്പാത്തി സൈഡൊന്നും പൊട്ടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ സൈഡ് അങ്ങനെ പൊട്ടിപ്പോകണമെങ്കിൽ നമുക്കൊരു പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പം നല്ല പഞ്ഞി പോലുള്ള പരത്തുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, നല്ല പഞ്ഞി പോലുള്ള ചപ്പാത്തിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്തേക്കുക. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവില്ല. ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ പാനിന് നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ചപ്പാത്തി ഇടുക. എന്നിട്ടൊന്ന് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കി നിയന്ത്രിക്കുക. എന്നിട്ട് ഒരു വശം പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ആ വശവും പാകമാകുമ്പോൾ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ സ്റ്റൗവിൻ്റെ ചൂടാണ് എപ്പോഴും നോക്കേണ്ടത്. ഒന്ന് ഹൈയിലും ഇടുക, ഒന്ന് മീഡിയത്തിലും ഇടുക. അങ്ങനെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന് ഇതേപോലെ നല്ല പൊങ്ങി വരുന്ന ചപ്പാത്തി കിട്ടും. നല്ല പൊങ്ങി വരുന്നതുണ്ട് ഇതേപോലെ. അപ്പോൾ ഒട്ടും സിമ്മിലിടരുത്, സിമ്മിലിട്ടാൽ ഇത് കൊമ്പളക്കൂല. അപ്പോൾ നല്ല ചൂട് വേണം എന്തായാലും. അപ്പോൾ കരിയാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. വളരെ ഈസിയല്ലേ. അപ്പോൾ തിളച്ച വെള്ളമൊന്നും ഒഴിക്കാതെ
മീഡിയം ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതേപോലെ കുഴച്ച് ഒത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ചപ്പാത്തി നമുക്ക് ലഭിക്കും. നല്ല സൂപ്പറല്ലേ, കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടെ, നല്ല കോമള വന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല ലെയറായിട്ടുള്ള അടിപൊളി നല്ല, ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ട നല്ല ലെയറായിട്ടിരിക്കും. ഇത് നല്ല പഞ്ഞി പോലെ ഇരിക്കണം. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഗ്രീൻ പീസിൻ്റെ കൂടെയോ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൂപ്പർ ചപ്പാത്തി. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. സൂപ്പറല്ലേ, നല്ല ചുരുട്ടിയെടുത്താൽ നല്ല റിബണിൻ്റെ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.